നമസ്കാരം. ഞാൻ വന്നിരിക്കുന്നത് GCD മാർട്ട്. GCD മാർട്ട് എന്താണ്, എങ്ങനെയാണ് ഇതിൽ കൂടി GCD കോയിൻ എടുത്തവർക്ക് ഇൻകം ലഭിക്കുക എന്നതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മളോട് സംസാരിക്കുന്നത് GCDയുടെ ഫൗണ്ടറായ ജയകുമാർ സാറാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം. സാറേ, നമ്മുടെ ഈ GCD ടോക്കണിൽ 10 പ്രൊജക്ടുകൾ ഉണ്ടല്ലോ. ആ 10 പ്രൊജക്ടുകളിലെ ഫസ്റ്റ് പ്രൊജക്ട് ആയ GCD മാർട്ടിന്റെ ബിസിനസ് സ്ട്രാറ്റജിയെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാവോ? തീർച്ചയായിട്ടും. നമ്മുടെ പല ആൾക്കാരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിനെപ്പറ്റി ചോദിക്കാറുണ്ട്. അപ്പൊ GCD മാർട്ടിന്റെ ബിസിനസ് സ്ട്രാറ്റജിയെ കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. ഇന്ന് നിലവിലെ ഓൺലൈൻ രംഗത്ത് വളരെ മികച്ച കമ്പനികളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആമസോൺ, ഫ്ലിപ്കാർട്ട് അതുപോലുള്ള കമ്പനികളാണ്. അതെല്ലാം തന്നെ വ്യക്തികൾ അധിഷ്ഠിതമായിരിക്കുന്ന കമ്പനികളാണ്. എന്നാൽ GCD മാർട്ട് ഇതൊരു ജനകീയ പ്രസ്ഥാനമായിട്ട് മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. GCD ടോക്കണിന്റെ 10 പ്രൊജക്റ്റിലെ ഒരു പ്രൊജക്റ്റാണ് GCD മാർട്ട്. ഓൺലൈൻ രംഗത്ത് നമ്മൾ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളുടെ ബിസിനസ് സ്ട്രാറ്റജി എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ എടുത്തു പറയേണ്ട സവിശേഷത എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഉൽപാദകനും ഉപഭോക്താവിനും ഇടനിലക്കാർക്കും ഒരുപോലെ പ്രയോജനം ഉണ്ടാകും. അതായത് GCD മാർട്ടിന് കിട്ടുന്ന മാർജിൻ നമ്മൾ അതിന്റെ ഒരു ഭാഗം ഉപഭോക്താവിന് കൊടുക്കാൻ തയ്യാറാകുകയും അതോടൊപ്പം തന്നെ ഈ ബിസിനസ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇടനിലക്കാർക്കും നമ്മൾ അതിൻ്റെ ഒരു വിഹിതം കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ GCD ടോക്കൺ വാങ്ങിക്കാൻ തയ്യാറായി വരുന്ന ഉൽപാദകർ അവർക്കുള്ള നേട്ടം എന്ന് പറയുന്നത്, ഇന്ന് നിലവിലെ ഓൺലൈൻ രംഗത്ത് കാണുന്ന സമ്പ്രദായം എങ്ങനെയാണെന്ന് വെച്ചാൽ, അവരുടെ ഉൽപ്പന്നങ്ങൾ ആ പ്രധാനപ്പെട്ട ഓൺലൈൻ രംഗത്ത് ലിസ്റ്റ് ചെയ്യുകയും അത് ഉപഭോക്താവ് വാങ്ങിക്കുന്ന സമയത്ത് അവർ ഇന്ത്യൻ കറൻസി ആയിട്ടായിരിക്കും അവര് അത് കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യൻ കറൻസി വാങ്ങിക്കുന്ന ഒരു ഉൽപാദകർ അത് ഒരു 5 ലക്ഷം രൂപയുടെ ഒരു മിഷനറി ആയിക്കോട്ടെ, എത്രയായിക്കോട്ടെ, ആ എമൗണ്ട് നമ്മുടെ ബാങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലോ കടന്നു കഴിഞ്ഞാൽ അത് ഒരു മാസമായാലും ആ എമൗണ്ട് അങ്ങനെ തന്നെ കടന്നു തുച്ഛമായ ഒരു ബാങ്ക് പലിശ കിട്ടുമെന്നല്ലാണ്ട് വലിയൊരു ലാഭം കിട്ടാൻ സാധ്യതയില്ല. അത് ഫിയറ്റ് കറൻസിക്ക് ഉള്ള ഒരു കാര്യമാണ്. കാരണം ദൈനംദിനം ഫിയറ്റ് കറൻസിക്ക് മൂല്യം കൂടുന്നില്ല. എന്നാൽ ക്രിപ്റ്റോ കറൻസിക്ക് മൂല്യം കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ GCD ടോക്കൺ സ്വീകരിക്കുന്ന കമ്പനിക്കാർക്ക് $1 വില വർധന വർദ്ധിച്ചാല് ആ 5 ലക്ഷം രൂപയുടെ മിശ്രയുടെ ഭാഗത്ത് വിൽക്കുമ്പോൾ നമുക്ക് 5 ലക്ഷത്തിന്റെ ഭാഗത്ത് 10 ലക്ഷം രൂപ വരും. അത് $1 വീണ്ടും ആകണമെങ്കിൽ 10ന്റെ ഭാഗത്ത് 15 ലക്ഷം രൂപ വരും. അത്തരത്തിൽ ഒരു ബിസിനസ് സ്ട്രാറ്റജി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് സ്വന്തമായിട്ട് ടോക്കൺസ് ഉള്ളതുണ്ടാവും. എന്നാൽ മറ്റ് പ്രധാനപ്പെട്ട ചില ഓൺലൈൻ കമ്പനികൾക്ക് സ്വന്തമായിട്ട് ടോക്കൺസോ കോയിൻസോ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ് സ്ട്രാറ്റജി അവർക്ക് ചെയ്യാൻ പറ്റില്ല. അവർക്ക് അവരുടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ ആൾക്കാർ ലിസ്റ്റ് ചെയ്യുന്നു, ഉപഭോക്താവ് വാങ്ങിക്കുന്നു. അതിൽ അവർക്ക് കിട്ടുന്ന ഒരു മാർജിൻ മണിയിൽ മാത്രമാണ് അവർക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഒരു ഓഫർ പോലും കൊടുക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നേരിട്ട് കമ്പനിയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ഉപഭോക്താവിലേക്ക് എത്തിക്കുകയും അതിന്റെ ഗുണമേന്മ പരിശോധിച്ച് പൂർണ്ണമായിട്ടുള്ള ബോധ്യം വന്നതിന് ശേഷമായിരിക്കും നമ്മുടെ ഈ GCD മാർട്ടിലേക്ക് ലിസ്റ്റ് ചെയ്യും. അപ്പൊ ഉപഭോക്താവിന് കണ്ണുടച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം, നിലവിലെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ബോധ്യമാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ വീഡിയോയും ഫോട്ടോസൊക്കെ കണ്ട് സാധനങ്ങൾ വാങ്ങിക്കും. അവസാനം അത് വീട്ടിൽ വന്ന് അത് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴാണ് അതിന്റെ ഗുണമേന്മ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അത് അതിന്റെ കാരണം അവരൊന്നും തന്നെ ഈ പ്രൊഡക്റ്റിന്റെ ഗുണമേന്മ പരിശോധിക്കുന്നില്ല. ഈ കമ്പനി രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ അവർക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നു, അവർ അക്സെപ്റ്റ് ചെയ്യുന്നു, അവരുടെ മാർജിൻ മണി എത്രയാണോ ആ മാർജിൻ മണിയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യും. അതല്ലാണ്ട് ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ പരിശോധിക്കുന്ന സമ്പ്രദായം ഈ 2 കമ്പനികൾ, പല പ്രധാനപ്പെട്ട ഈ 2 കമ്പനികളും ചെയ്യും. എന്നാൽ GCD മാർട്ട് ചെയ്യുന്നത്, നമ്മൾ ഏത് ഉൽപ്പന്നമാണോ നമ്മുടെ സൈറ്റ് വഴി നമ്മൾ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യുന്നത് ആ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം
പരിശോധിച്ച് നമ്മൾക്ക് ഉറപ്പ് വരുന്നതിന് ശേഷമായിരിക്കും നമ്മൾ അതിനകത്തേക്ക് ലിസ്റ്റ് ചെയ്യണം. അതിന്റെ കാരണം ഓരോ ഉപഭോക്താവിന്റെയും 1 രൂപയാണെങ്കിൽ അതിന് മൂല്യം നമ്മൾ കൽപ്പിക്കുന്നത്. അതല്ലാതെ നമുക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ചപ്പയോറും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം ഇതിനകത്ത് ഉണ്ടാവുക. അപ്പൊ ആദ്യം തന്നെ പറയട്ടെ, ഉപഭോക്താവിന് ഗുണമേന്മയുള്ള അല്ലെ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അതിലൂടെ പരമാവധി വില കുറച്ചും അവർക്കെത്തിക്കുക എന്നുള്ളതാണ്. ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഓൺലൈൻ ബിസിനസ് എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമായിട്ട് മാറാൻ പോകുന്നു. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം നമ്മുടെ വീട്ടിലേക്ക് ഓർഡർ ചെയ്തുകൊണ്ട് നമുക്കത് വാങ്ങിക്കുവാനും അത് ഇഷ്ടപ്പെട്ടെങ്കിൽ തിരിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ജനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന സാഹചര്യമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ബിസിനസിന്റെ ഒരു വളർച്ച എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ബിസിനസിന്റെ ലാഭവിധങ്ങളെല്ലാം തന്നെ ഒരു 50% സാധാരണപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ ഏറ്റവും വലിയ ഒരു നേട്ടമാണ്. അതുകൊണ്ടാണ് GCD മാർട്ടിന്റെ ബിസിനസ് സ്ട്രാറ്റജിയിൽ നമ്മൾ വളരെയധികം മാറ്റം വന്നിരിക്കുന്നത്. അത് വേറെ ഒരിടത്തും കാണാൻ പറ്റത്തില്ല. അതിന്റെ കാരണം നമ്മളുടെ ഒരു ജനീയ പ്രസ്ഥാനമാണ്. നമുക്ക് വ്യക്തികളിലേക്ക് പോകുന്ന ലാഭവിധമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ യാതൊരുവിധ കള്ളത്തരവും കാണിക്കേണ്ട കാര്യമില്ല. 1 രൂപ കിട്ടിയാൽ ആ 1 രൂപ നമ്മുടെ കമ്പനിക്ക് മതി. നമ്മളുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് GCD ടോക്കൺ ഇന്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുവരികയും നമ്മളുടെ ബിസിനസ് ഇന്റർനാഷണൽ ലെവലിലേക്ക് വളർത്താൻ പാകപ്പെടുത്തുന്ന രീതിയിലേക്കാണ് നമ്മുടെ ഓരോ ബിസിനസ് സ്ട്രാറ്റജിയും കൊണ്ടുവരുന്നത്. ഈ ഓൺലൈൻ രംഗം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല, എല്ലാ രാജ്യത്തും നമുക്ക് നമ്മുടേതായുള്ള സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് 3-4 രാജ്യങ്ങളിലല്ലാത്ത ബാക്കി എല്ലാ രാജ്യങ്ങളിലും ക്രിപ്റ്റോ കറൻസിയുടെ ബിസിനസ് നടക്കുകയാണ്. അപ്പൊ ക്രിപ്റ്റോ കറൻസിയുടെ ബിസിനസ് നടക്കുന്ന ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം തന്നെ നമ്മുടെ ഫിസിക്കൽ പ്രൊജക്ട് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റും. അതായത് ഫിസിക്കൽ പ്രൊജക്ട് നമുക്ക് അങ്ങോട്ടും, അതായത് 10ാമത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് എന്താണ്, ഈ ഫിസിക്കൽ പ്രൊജക്ട് എല്ലാം തന്നെ വേൾഡ് വൈഡ് ആക്കുക എന്നുള്ളതാണ്. ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് എവിടെയൊക്കെ ബിസിനസ് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ബിസിനസ് ചെയ്യുമ്പോൾ അതാത് രാജ്യങ്ങളിലുള്ള ഈ GCD മെമ്പേഴ്സിനും വളരെയധികം നേട്ടങ്ങളുണ്ടാവും. ഇന്ന് അവരെല്ലാം തന്നെ പല രീതിയിലുള്ള ഷോപ്സുകളിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഒരു എന്താ പറയുക, എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്ന ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റുക എന്ന വലിയൊരു ഉദ്ദേശം നമ്മുടെ ഈ GCD ടോക്കന്റെ കീഴിൽ തന്നെ പ്രൊജക്റ്റിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു എക്കോ സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പൊ പല കമ്പനികളും പറയാറുണ്ട്, ഞങ്ങൾ ഒരു എക്കോ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്, ഞങ്ങൾക്ക് മറ്റേ യൂട്ടിലിറ്റി ടോക്കൺ ആണ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി എന്താ പറയുക മോഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രോമിസ് ഒക്കെ കൊടുക്കുന്ന നിരവധി ടോക്കണുണ്ട്. അപ്പൊ അതിൽ എന്തുമാത്രം സത്യാവസ്ഥ ഉണ്ടെന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യം. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അതൊരു സംശയമില്ല. നമ്മുടെ GCD മെമ്പേഴ്സിന് തന്നെ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തുകൊണ്ട് അവർക്കും അതിനകത്ത് പരിശോധിച്ച് കൊണ്ട് മുന്നേറാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമ്മളുടെ ഓരോ പ്രൊജക്റ്റും, ഈ 10 പ്രൊജക്റ്റിലും 10 രീതിയിൽ അതിന്റെ ബിസിനസ് സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ബിസിനസ് എന്ന് പറയുന്നത് ഓൺലൈൻ രംഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യും. ഇപ്പൊ നമ്മുടെ ഓൺലൈൻ ബിസിനസ് കൊണ്ട് ഇവിടുത്തെ സാധാരണ ചെറിയ കടക്കാർക്ക് പോലും ഒരു ദോഷം ഉണ്ടാകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. കാരണം ഈ ഓൺലൈൻ ബിസിനസ് എല്ലാം കൂടി വരുമ്പോൾ ഇവിടെയുള്ള കടക്കാർക്ക് ഈ ബിസിനസ് കിട്ടാണ്ട് വരുമ്പോൾ അവർക്കൊരു സ്വാഭാവികമായിട്ടും അവർക്കൊരു വിഷമം ഉണ്ടാകും. അതിന് അവർ ചെയ്യേണ്ടത് 20 ടോക്കണെങ്കിലും എടുത്തുകൊണ്ട് ഇതിന്റെ ഒരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന ബിസിനസിന്റെ ലാഭവിധം അവർക്കും കിട്ടും. അപ്പൊ അവർക്ക് കട വേണ്ട, ഇൻവെസ്റ്റ്മെന്റ് വേറെ ഒന്നും വേണ്ട. അപ്പൊ ഇതൊന്നും ഇല്ലാണ്ട് തന്നെ 20 ടോക്കൺ എടുത്തു കഴിഞ്ഞാലും ഇന്റർനാഷണൽ നടക്കുന്ന ബിസിനസിന്റെ ലാഭവിധം ഓരോ കടക്കാർക്കും കിട്ടും. അത് ചെറിയ കടക്കാരായിക്കോട്ടെ, വലിയ കടക്കാരായിക്കോട്ടെ, നിങ്ങൾക്ക് ഇതിനകത്ത് പങ്കാളിത്തം സ്വീകരിക്കാൻ പറ്റും. ഇപ്പം ഓൺലൈൻ രംഗം ഇത്രയും സജീവമാകുമെന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും ഓർക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. ഇപ്പം ആമസോണിലേക്ക് ഒരു ടേൺ ഓവർ എന്ന് പറയുന്നത് 610 ബില്യൺ. അതേപോലെ തന്നെ തൊട്ടടുത്ത് ഫ്ലിപ്കാർട്ട്. അപ്പൊ ഇത്രയും $1 ബില്യൺ വാർഷിക വിറ്റുവരവൊക്കെ ഉള്ള പ്രസ്ഥാനമായിട്ട് മാറിയ സാഹചര്യത്തിൽ GCD ടോക്കൺ ഒരു ജനകീയമാക്കുമ്പോൾ അതിന്റെ ടേൺ ഓവർ അല്ലെങ്കിൽ അതിനകത്ത് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തു പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് GCD ടോക്കൺ അതിന്റെ ആദ്യ പ്രൊജക്റ്റായിട്ടുള്ള GCD മാർട്ടിന്റെ സ്ട്രാറ്റജി തന്നെ എൻ്റെ ഡിഫറൻ്റ് ആണ്.
അപ്പൊ ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മൾ ഈ രംഗത്തേക്ക് ഇറങ്ങുകയും അത് ജനകീയമാക്കുക എന്നുള്ളതാണ് നമ്മുടെ GCD മാർട്ടിന്റെ ലക്ഷ്യം. GCD മാർട്ടിന്റെ എല്ലാ പ്രൊജക്ടിനും പ്രത്യേകം വിഷ്വൽ സ്ട്രാറ്റജി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ജനങ്ങളുടെ മുമ്പാകെ വെക്കുകയും ജനങ്ങൾക്ക് അത് പരിശോധിക്കാൻ പറ്റുന്ന ആ ഒരു കാര്യവും നമ്മൾ ഇതിനകത്തെല്ലാം ചെയ്തു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ട്രാറ്റജി മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ കമ്പനിക്കാർ നമ്മളിലേക്ക് ലിസ്റ്റ് ചെയ്യാൻ തയ്യാറായി വരികയും അതുപോലെ തന്നെ കൂടുതൽ ഉപഭോക്താക്കള് നമ്മുടെ സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാൻ തയ്യാറാവും. അത് കൂടാതെ കൊണ്ട് നിങ്ങൾക്കൊരു ജോലിയാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉൽപ്പന്നങ്ങൾ കമ്പനികളിൽ നിന്നും നോക്കിയിട്ട് അത് നല്ല ഉൽപ്പന്നമാണെങ്കിൽ ഞങ്ങളുടെ ഈ GCD മാർട്ടില് ലിസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന വ്യക്തികൾക്ക് അത് അതിന്റെ കമ്മീഷൻ അവർക്ക് കിട്ടുന്നത്. ആ പെർസെന്റേജ് കമ്മീഷൻ അവർക്ക് മാത്രമല്ല അവരുടെ തലമുറകളോളം ആ കമ്മീഷൻ കിട്ടും. ഒരു ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു 25 അല്ല 30 വർഷം നിങ്ങൾ സർക്കാർ സർവീസിൽ ജോലി ചെയ്താൽ നിങ്ങളുടെ ശിഷ്ടകാലം നിങ്ങൾക്ക് ഒരു പെൻഷൻ കിട്ടും. അതൊരു 10-15% ആൾക്കാർക്കായിരിക്കും അത്തരത്തിലെങ്കിൽ ഗവൺമെന്റ് സർവീസിൽ ജോലി കിട്ടുക എന്നുള്ളത്. ബാക്കിയെല്ലാം പ്രൈവറ്റ് മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ ബിസിനസ് മേഖലയിൽ അവരുടെ ബിസിനസ് തകർന്നു കഴിഞ്ഞാൽ അവരതുവരെയും സമ്പാദിച്ചു വെച്ച എല്ലാം തന്നെ നഷ്ടത്തിലേക്ക് പോവുകയും അതുപോലെ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ അന്നത്തോടെ അവരുടെ വരുമാനം നിൽക്കുകയും ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് GCD ടോക്കൺ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മാസം ഒരു വരുമാനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 10 പ്രൊജക്ടിന്റെയും അതിലൊരു ശതമാനം നിങ്ങൾക്ക് മാസം കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ 8 10 എത്രയാണ് ലക്ഷക്കണക്കിന് പ്രൊഡക്റ്റുകൾ നമ്മുടെ ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും ഉണ്ട്. അത് നിങ്ങൾ ഈ സൈറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ തയ്യാറായാൽ കമ്പനി പറയുന്നത് പോലെ നിങ്ങൾക്ക് കിട്ടുന്ന മാർജിൽ നിന്നും ഒരു പെർസെന്റേജ് ആ പെർസെന്റേജ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 10 കമ്പനിയോ അല്ലെങ്കിൽ 100 കമ്പനിയുടെയും ആ സൈറ്റിലൂടെ വിറ്റ് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ പെർസെന്റേജ് കമ്മീഷൻ നിങ്ങളുടെ അക്കൗണ്ടിൽ ഡയറക്റ്റ് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ തലമുറകളും കൊച്ചുമക്കൾക്കും കിട്ടും. അതായത് ഒരു കാലത്തും സ്റ്റോപ്പ് ആകുന്നില്ല. അപ്പൊ ഇത്തരത്തിലൊരു ബിസിനസ് സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ വീണ്ടും അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.